ഇല്ലടാ മേളിന്ന് ഇത്ര അല്ലടാ ഏറെക്കുറെ ഇത്രയും വരുടാ. ഇത്രയും വരും. എടാ നിനക്ക് തോന്നിയത് എത്ര ഉള്ളൂ? അതല്ലടാ എടാ കുറച്ചുകൂടെ ഹൈറ്റ് വരുടാ. ഇല്ലടാ നിനക്ക് തോന്നിയത് എത്ര ഹൈറ്റ് വരും? എനിക്ക് തോന്നിയാ. നിനക്ക് തോന്നിയത് നീ കണ്ടില്ലായിരുന്നു? ഞാൻ കണ്ടു. പിന്നെ പിന്നെ എന്റെ തോന്നലാവുന്ന എങ്ങനെ? എനിക്ക് തോന്നിയില്ല. നിന്റെ തോന്നലാ? എനിക്ക് ഉറപ്പാണല്ലോ ഇത്രേ ഉള്ളൂ. നിനക്ക് തോന്നിയത് എത്ര ഉണ്ട്? നീ പൊക്കത്തിന്റെ കാര്യമാണോ പറയണത്? പിന്നെ അല്ലാണ്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ കണ്ടതിന്റെ കാര്യം പറഞ്ഞു. ആ രണ്ടും ഉണ്ട്. കണ്ടതും പൊക്കം എല്ലാം കൂടെ മിക്സഡ് അല്ലേ? അത് ആരാ ഒന്ന് കാണിച്ചത്? ഞാനല്ലേ ഒന്ന് കാണിച്ചത്? നീയാണോ കാണിച്ചത്? അപ്പൊ ഞാനല്ലേ ആദ്യം കണ്ടത്? സംഭവം ഉള്ളതാണല്ലോ ആദ്യം ഞാൻ കണ്ടേ. അപ്പൊ ഇത്രേ ഉള്ളൂ ഹൈറ്റ് കേട്ടാ. ഈ ജനലിൽ ഇത്രേ ഉള്ളൂ ഹൈറ്റ്. അല്ല നമ്മുടെ ഇവിടെ ഉള്ള ആരും അല്ല. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? പിന്നെ ഞാൻ കണ്ടല്ലേ. നമുക്ക് ഡമ്മി ഇട്ട് നോക്കിയാലോ? അത് ഡമ്മി ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് കയറി നമുക്ക് നോക്കിക്കഴിഞ്ഞൊരു നിന്നെയൊക്കെ ഇതിനകത്ത് വിളിച്ച് തന്നെ മണ്ടത്തരം. എന്നിട്ട് ഡമ്മി ഇട്ട് നോക്കുന്ന അയാൾ ഇങ്ങനെ നിൽക്കല്ലായിരുന്നോടാ? അല്ലടാ ഡമ്മി ഇട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്ട്രക്ചർ കിട്ടുമല്ലോ. നിനക്ക് സ്ട്രക്ചറിലാ പിടിയല്ലേ? നീ നേരെ പോയിട്ട് അവരോട് പോയി പറ, ആന്റിയോട് പോയി പറ. ആണോ? ഞാൻ പോയി നിത്യയോട് പറഞ്ഞിട്ട്. നിത്യയോട് പറയാം. നിനക്ക് എന്താ ഇൻട്രസ്റ്റ്? അത് പിന്നെ നിത്യയോട് ഞാൻ പറഞ്ഞാലേ അതിന്റെ രീതിയിൽ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ നീ സ്ട്രക്ചറെ കയറി പിടിക്കും. എന്റെ വിവരമില്ലായ്മ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുക. അതെ അതെ. 8 ഫോളോസും 24 ലൈക്കും. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസും എല്ലാവരും കാണുന്നുണ്ട്. എന്നത്തിന്റെ കേടാ? പേടിച്ചു പോയായിരുന്നു? ഇല്ല പേടിക്കണ്ട. ഞാൻ വേറൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം വർക്ക് ചേട്ടനോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. കൈ വെച്ചിട്ടുള്ള ഒരു സീരിയസ്നെസ്സും വേണ്ട. നീ ഒന്നും ആള് ശരിയല്ല ഈയിടെയായിട്ട്. അല്ല അതല്ല, നമ്മുടെ ഈ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത്. അതായത് ഞാനും കിരണും കൂടി ഇന്നലെ രാത്രിയിൽ നീ കിരൺ ഇന്നലെ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ ചെറുതായിട്ടൊന്നും ചേഞ്ചായി, അന്തരീക്ഷമൊക്കെ. അപ്പം നമ്മുടെ ജനലിൻ്റെ അവിടെ ഒരു ഭീകരരൂപം, 5-6 കൈകളൊക്കെ ഉള്ള ഒരു ഭീകരരൂപം. നീ ഒന്ന് ഓടാനിച്ചിട്ട്. ഞാൻ ഇവിടെ ആകെ കണ്ടിട്ടുള്ള ഭീകരരൂപം എന്ന് പറഞ്ഞ് എൻ്റെ പെമ്പറത്തിനോടുത്തിയാണോ? അതല്ല, അത് ഞങ്ങൾക്കറിയാമല്ല. ഇത് വേറെ എന്തോ. കാരണം ഞാനത് കണ്ടിട്ട് ഞാൻ ഞെട്ടി വിറച്ചു പോയി. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഞാനോർത്ത് ഞാൻ അറ്റാക്ക് കൊണ്ട് ചത്തുപോയി. അത്രയും സീരിയസ് ആയിരുന്നു. ഇങ്ങനെ പോവാ നീയൊക്കെ ചാവും. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അപ്പാപ്പന്മാരെ കാലത്ത് മുതൽ ഇവിടെ ജീവിച്ചു പോകുന്നവരാണ് ഞങ്ങൾ കേട്ടാ. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സാധനത്തിന്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നാണെങ്കിൽ നീ എന്നാ ഒരു കാര്യം ചെയ്യും, ഇതിനൊരു സൊല്യൂഷനുണ്ട്. സൊല്യൂഷനുണ്ട്, അതാണ് ഞാൻ പറയാൻ വന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. എന്നാന്ന് വെച്ചു അച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിക്കുകയോ അല്ലെങ്കിൽ വല്ല തിരുമേനിമാരോ മറ്റേ ഈ സന്യാസിമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു കലാശക്കൊട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ശുദ്ധകലാശം ചെയ്യത്തില്ലേ? പിന്നെ നിനക്കൊക്കെ ഈ ഇവിടെ കിടന്നിങ്ങനെ ആർമതിക്കാൻ വേണ്ടി ഇങ്ങനെ അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ വെഞ്ചരിപ്പിക്കുക. ഇറങ്ങി പോവാൻ നോക്കടാ. ഇത് പൊന്ന് വർക്കിച്ച് അർമാദിക്കാനായിട്ട് നമ്മുടെ ജീവൻ ബാക്കിയുണ്ടെങ്കിലല്ലേ ഇതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ അല്ല ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണ്ടേ? ഞങ്ങളിവിടെ ഗസ്റ്റായിട്ട് വരുമ്പോഴേ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ പറയണ്ടേ? നീയൊന്നും ഗസ്റ്റ് അല്ലടാ, എനിക്ക് നീ വെറും ഗോസ്റ്റാണ്. അല്ല ഗോസ്റ്റിൻ്റെ കാര്യം തന്നെ. അല്ല ഇപ്പം ഞങ്ങളങ്ങ് പോയാലും ഈ പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരു നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരവരുടെ അനുഭവത്തിൽ വരുമ്പോഴേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. നീയൊക്കെ വേറെ വീട് നോക്കി മാറിപ്പോകാൻ നോക്കിക്കോ, അല്ലാതെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ല്, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് എൻ്റെ ഇൻസ്റ്റയിലുള്ള ഫോളോവേഴ്സിനെ നോക്കണം. നിങ്ങൾ ഫോളോവേഴ്സിനെ നോക്കിയിരുന്ന് പ്രേരം വന്ന് ബ്ലഡ് കുടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് എന്നെ ചെയ്യും. ഇവരോടൊക്കെ പറഞ്ഞൊന്ന് വിശ്വസിപ്പിച്ചെടുക്കണമെങ്കിൽ എന്ത് പാടാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ചില്ലേലും കേൾക്കാൻ പറ്റും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെവിക്ക് ഒരു കുഴപ്പമില്ല. ഇത് തമാശ പറയേണ്ട സമയമല്ല ഇത്. ഇന്നലെ രാത്രി ഞാൻ ആ ജനലിനടുത്തൊരു രൂപത്തെ കണ്ടു. കുറെ കൈകളൊക്കെ ഉള്ള ഒരു ഭീകര സത്യം. എന്താ വിശ്വാസം വരുന്നില്ലേ? ഇല്ല, ഞാൻ മാത്രമല്ല, ജീവനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആ ഹോളിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ കുറെ കൈകളൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പോയി. പട്ടിയായിരുന്നു. ബൗ ബൗ എന്നാ കേട്ടത്, പക്ഷെ പട്ടിയല്ല. ഞങ്ങളും വിചാരിച്ചു പട്ടിയാന്ന്. പട്ടിയല്ല എന്നൊരു സംശയം വന്നപ്പോഴാണ് ഇത് പ്രേതമാണോ എന്നൊരു ഡൗട്ട്. ആന്റി
തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതേ ഇതിനൊക്കെ എടുത്തോണ്ട് പോകും കേട്ടാ. എന്തോ തീരുമാനം എടുക്കാനാ? എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്ക്. കണ്ടത് പട്ടിയാണോ പ്രേതമാണോ? നീ ഇന്നലെ ഏത് പ്രേതപ്പടം കണ്ടേ? ഞാൻ പ്രേതപ്പടം കണ്ടിട്ട് പേടിച്ചിട്ട്. എനിക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഞങ്ങള് പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരു പടം കാണാൻ എന്നിട്ട് ആന്റി ജഡ്ജ് ചെയ്തോട്ടെ. അടയ്ക്ക് നമ്മളെല്ലാരും കൂടെ പടം കാണാൻ പോയി. പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൊററാട്ടാ. പിൻ ഡ്രോപ്പ് സൈലൻസ്. എല്ലാരും ഇങ്ങനെ ത്രില്ലടിച്ചിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. മിണ്ടല്ലേ എടാ, ഫ്ലോ കളയല്ലേ, ഇങ്ങനെ കണ്ടോണ്ടിരിക്കട്ടാ. പെട്ടെന്നുണ്ടല്ലോ ഒരലർച്ച. അലർച്ച എന്നൊക്കെ പറഞ്ഞു തിയേറ്ററിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന ആൾ കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് ഏറ്റവും ബേക്കിലുള്ള ഞങ്ങളെ ഭാഗത്തേക്ക് നോക്കി. സംഭവം എന്താന്നറിയോ? ഇവൻ അല്ലാണ്ട് ആരാ? എന്തിനാ അലറിയേ? പുറകിന്ന് പോപ്കോൺ ഓർഡർ ചെയ്ത് മറ്റേ പയ്യൻ വന്നിട്ട് ചേട്ടാ ഇങ്ങനെ തട്ടില്ലേ, അതിന് അലർച്ച കാരണം ആ പടം മൊത്തം എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി. ആ ഇവനാണ് ഈ പ്രേതത്തിനെ കുറിച്ച് പറയണത്. ഇന്നലെ ഏതെങ്കിലും പ്രേതപ്പടം വെറും പേടിത്തൊണ്ടനാ ഈ കാണുന്നതേ ഉള്ളൂ. പഴയ കാര്യങ്ങള്. അത് ഭയങ്കര ഭീകര പ്രേതപ്പടം. എടാ കുഞ്ഞാ, നിനക്ക് തോന്നിയതായിരിക്കും. തോന്നിയതോ? ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അല്ല 4 കണ്ണ് അവന്റെ ഉണ്ടായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ, മൊത്തത്തിൽ എന്തോ കയ്യിന്ന് പോയിരിക്കുകയാണ്. ഒരു സൈക്കോളജിസ്റ്റ് നമ്പർ ഉണ്ട് തട്ടെ. നിന്നെയാണ്, ഇവളെയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞില്ല എന്നുള്ള റിഗ്രറ്റ് അടിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. അവസാനം ഇന്ന് രാത്രി ഞങ്ങളെ പ്രേതം കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് ഇവളെ ആയിരിക്കണം കേട്ടോ. ഈ ചെറുക്കൻ എന്തോ ഈ പറഞ്ഞിട്ട് പോകുന്നത്? ആന്റി, ഇവിടെ ശരിക്കും പ്രേതം ഉണ്ടാവോ? ചുമ്മാ പറഞ്ഞിരിക്കുമല്ലേ? ഉണ്ടാകൂ? അറിയില്ല. അയ്യോ, പൊട്ടത്തേങ്ങയാണ്, കുലുങ്ങുന്നില്ല. ഇന്നൊരു അടിപൊളി പായസം ഉണ്ടാകും. വിവേകാനന്ദ സ്വാമിയല്ല, ചട്ടമ്പി സ്വാമിയല്ല, പിന്നെ ഇത് ഏത് സ്വാമി? ഏതോ സ്വാമിയാണ്. സ്വാമി ധ്യാനത്തിലാണ്. ഉണരൂ സ്വാമിജി, ഉണരാനായി വന്നു വർക്കിയായി, ഉണരൂ വേഗം ഉണരൂ നീ. വത്സ, നീ ആരാണ്? ഞാൻ വസതിയിലെ വർക്കിയാ. വർക്കി, എന്തിനാണ് നമ്മെ ധ്യാനത്തിൽ നിന്നും ഉണർത്തിയത്? ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? നമ്മെ സംശയമുണ്ടല്ലേ? ആ സംശയം ഞാൻ തീർത്തു തരാം. താങ്കൾ വലത് കൈക്കല്ലേ ചോറുന്നത്? ശരിയാണ്. ഈ മുടി പോയ പിന്നെയല്ലേ കഷണ്ടിയായത്? വളരെ ശരിയാണ്. പ്രായമായപ്പോൾ താടിയും നരയ്ക്കാൻ തുടങ്ങി അല്ലേ? അതും ശരിയാണ്. നമ്മെ ഒട്ടും സംശയിക്കണ്ട. നാം ഒറിജിനൽ 916 തങ്കമാണ്. ആണോ? എന്താ പറയത്തില്ല. എവിടുന്ന് വരുന്നു? പശ്ചിമഘട്ടത്തിൽ വനാന്തരങ്ങളിലായിരുന്നു. അവിടെ ഏത് ഭാഗമായിട്ട് വരും? അവിടെ വടക്ക് ഭാഗം. വനാന്തരങ്ങളിൽ വളരെ വളർച്ചയും തളർച്ചയും വന്നപ്പോൾ നാട്ടിലേക്ക് പോകുന്നു. ഓ, അതാണ് ഓഞ്ഞു പോയത്. നമുക്ക് ധ്യാനിക്കാൻ സമയമായി. താങ്കൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? സ്വാമിയുടെ പേരെന്താണ്? നോം കുക്കുടാനന്ദ സ്വാമികൾ. എന്ത്? കുക്കുടാനന്ദ സ്വാമികൾ. ഓ, സ്വാമിമാർക്ക് ഈ ടൈപ്പ് പേരെന്നെ ഉള്ള? അവൻ ഭയങ്കര മന്ത്രവാദിയാണ്. കുക്കുടാനന്ദനെ പിടിച്ച് ചുട്ട് വറക്കും പറപ്പിക്കും. എന്നാ എന്നൊന്ന് സഹായിക്കണം.